ആരെയും സ്നേഹത്തിൽ വീഴ്ത്താൻ പറ്റിയ ഒരു മരുന്ന് പരിചയപ്പെടുത്തി തരട്ടെ. ഈ കുപ്പി കണ്ടിട്ട് ബേജാറാണ്ട്, അതിൻ്റെ ഉള്ളിൽ പഞ്ചസാരയാണ്. പഞ്ചസാര കൊണ്ട് ആരുടെയും മഹബത്ത് നേടിയെടുക്കാൻ, ആരും നമ്മെ വെറുക്കാതിരിക്കാൻ, എല്ലാവരുടെയും സ്നേഹം ലഭിക്കാൻ കാരണമായി തീരുന്ന, അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരു അമൽ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെയൊക്കെ വീട്ടിലുള്ള സാധനമാണ് പഞ്ചസാര. നമ്മുടെയൊക്കെ വീട്ടിൽ സുലഭമായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പഞ്ചസാര. ഈ പഞ്ചസാരയിൽ നമുക്കൊരു അമൽ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യാം, നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകളുടെ സ്നേഹം ലഭിക്കാൻ, അവരുടെ മഹബത്ത് ലഭിക്കാൻ, നമ്മെ അവർ സ്നേഹിക്കാൻ, ഇങ്ങോട്ട് ഇഷ്ടപ്പെടാൻ, അതുപോലെ തന്നെ നമ്മെ വെറുക്കുന്ന ആളുകളുടെ വെറുപ്പ് മാറ്റി കിട്ടാൻ, നമ്മളോട് കലഹിക്കുന്ന ആളുകളുടെ കലഹങ്ങൾ തീർന്നു കിട്ടാൻ, സ്വസ്ഥതയും സമാധാനം ഉണ്ടായി കിട്ടാൻ തുടങ്ങി ഒട്ടനവധി നേട്ടങ്ങൾ കിട്ടുന്ന ഒരു കഷായം നമുക്ക് ഉണ്ടാക്കിയാലോ? ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. അള്ളാഹു നമ്മയൊക്കെ കബൂലാക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ, സന്തോഷമല്ലേ? ഒരുപാട് ആളുകൾ, ഉമ്മമാർ, സഹോദരങ്ങളൊക്കെ വിളിച്ചിട്ട് പല വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ പറഞ്ഞു, ദ്വാരക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് പല വിഷയങ്ങളും പറയാറുണ്ട്. അള്ളാഹു എല്ലാവരുടെയും എല്ലാ വിഷമങ്ങൾക്കും അറുതി വരുത്തട്ടെ. എല്ലാ വിഷമങ്ങളെയും അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. എല്ലാ വിഷമങ്ങളെയും അള്ളാഹു നീക്കി സന്തോഷമുള്ള, സമാധാനമുള്ള, സ്വസ്ഥതയുള്ള ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പല ആളുകൾക്കും പല പരിഹാരങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും പറഞ്ഞ്, കടബാധ്യതകൾ പറഞ്ഞവരുണ്ട്, അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പറഞ്ഞവർ, ജോലി വിഷയം പറഞ്ഞവർ, കല്യാണം ശരിയാകാത്ത ആളുകൾ, അങ്ങനെ തുടങ്ങിയിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവർ, ഒട്ടനവധി വിഷയങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ, പരിഹാരം തേടിയവർ. അത്തരത്തിൽ ആരെങ്കിലുമൊക്കെ പരിഹാരം ചോദിക്കുന്നവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ നമ്പർ, കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. കഴിവിൻ്റെ പരമാവധി വാട്സപ്പിൽ വോയിസ് അയക്കുകയാണെങ്കിൽ റീപ്ലൈ തരാൻ സൗകര്യമായിരിക്കും. ഇനി അതല്ല വിളിക്കുന്ന ആളുകളാണെങ്കിൽ എപ്പോഴും ചിലപ്പോൾ കോൾ എടുക്കാൻ കഴിഞ്ഞൊന്നും വരില്ല, എന്നാലും സമയം കിട്ടുന്നതനുസരിച്ച് ഇൻഷാ അല്ലാഹ് അറ്റൻഡ് ചെയ്യുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്നൊരു മരുന്ന് പറഞ്ഞുതരാം. ഒരു കഷായം ഒന്ന് ഒരു ഫോർമാലിറ്റിന് പറഞ്ഞതാണ്. ഞാനൊരു മരുന്ന് പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഒരു സാധനമാണ് പഞ്ചസാര. ഈ പഞ്ചസാര കൊണ്ട് നമുക്ക് ആരുടെയും സ്നേഹം നേടിയെടുക്കാൻ പറ്റും, ആരുടെയും മഹബത്ത്, ആരുടെയും ഇഷ്ടം നേടിയെടുക്കാൻ പറ്റും. ആരും നമ്മെ സ്നേഹിക്കുന്ന ഒരു അമൽ നമുക്ക് ഈ പഞ്ചസാര കൊണ്ട് ചെയ്യാൻ പറ്റും. ഒരു പിടി പഞ്ചസാര എടുക്കുക. നമ്മുടെ കയ്യിൽ ഒരു പിടി പഞ്ചസാര എടുത്തതിന് ശേഷം, ഇനി ഒരു പിടി കയ്യിലെടുക്കണമെന്ന് നിർബന്ധമില്ല, ചെറിയൊരു പാത്രത്തിലാണ് എടുക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ചിലപ്പോൾ സംശയങ്ങൾ ഒരുപാടുണ്ടാവുമല്ലോ. കുറഞ്ഞ, അതായത് ഒരല്പം പഞ്ചസാര എടുത്തിട്ട് ഞാൻ ഈ പറയുന്ന സൂറത്തുകൾ, അതുപോലെ ആയത്തുകൾ എന്ത് ചെയ്യുക, ആ പഞ്ചസാരയിലേക്ക് ഒന്ന് ഊതി മന്ത്രിക്കുക. എന്നിട്ട് നമ്മുടെ പഞ്ചസാര ഭരണിയിൽ, നമ്മുടെ വീട്ടിലെ ആളുകളാണ്, നമ്മുടെ ഭർത്താവിൻ്റെ, ഭാര്യയുടെ, മക്കളുടെയൊക്കെ സ്നേഹം വേണം, അമ്മായിയമ്മയുടെ സ്നേഹം വേണം, മരുമോളുടെ സ്നേഹം വേണം, ഇതൊക്കെയാണ് ആഗ്രഹിക്കുന്നതിൽ വീട്ടിലെല്ലാവരും കഴിക്കുന്ന പഞ്ചസാര ഭരണിയിൽ അത് നിക്ഷേപിക്കുക, അത് ഇടുക. ഇനി അതല്ല പുറത്തുനിന്ന് ആരുടെയെങ്കിലും ഒക്കെ ആണെങ്കിൽ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതും ഹലാലായ മാർഗത്തിന് വേണ്ടിയിട്ടാവണം കേട്ടോ. ആണ് എങ്കിൽ എന്ത് ചെയ്യാം, അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ, ഏതെങ്കിലും ഭക്ഷണത്തിൽ അത് ചേർത്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അവരുടെ ഉള്ളിലേക്ക് അത് എത്തണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ പറയുന്ന സൂറത്തുകൾ, അതിലൊന്നാമത്തെ സൂറത്തുൽ ഫാത്തിഹയാണ്. 11 തവണ സൂറത്തുൽ ഫാത്തിഹ ഓതണം. ഫാത്തിഹ ബിസ്മിയോട് ചേർത്തിട്ടാണ് ഓതേണ്ടത്. ഏത് സൂറത്ത്, ഞാൻ ഈ പറയുന്നതൊക്കെ ബിസ്മി ചേർത്തിട്ടാവണം ഓതേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, ആമീൻ. ഇത് ചേർത്ത് ഓതിയിട്ട് ഇഷ്ഫി എന്ത് ചെയ്യുക, ആമീൻ പറഞ്ഞിട്ട് അതിന് ശേഷം ഇഷ്ഫി എന്ന് ഈ പഞ്ചസാരയിലേക്ക് ഇഷ്ഫി എന്ന് ഊതാം. ഇതുപോലെ 11 തവണ ഊതാം. ഇതിന് ശേഷം ആയത്തുൽ കുർസി 17 തവണ ഓതണം. ഞാൻ ഈ പറയുന്ന കണക്ക് നിങ്ങളൊന്ന് എഴുതി വെക്കുക ഇൻഷാ അല്ലാഹ്, മറന്നു പോകണ്ടല്ലോ. 17 തവണ ആയത്തുൽ കുർസിയും ബിസ്മി ചേർത്തിട്ട് ഓതി എന്ത് ചെയ്യുക, പഞ്ചസാരയിലേക്ക് മന്ത്രിക്കുക, ഇഷ്ഫി എന്ന് മന്ത്രിക്കുക. ശേഷം സൂറത്തു ആലി ഇമ്രാനിലെ, അതായത് മൂന്നാമത്തെ സൂറത്തുണ്ടല്ലോ, സൂറത്തുൽ ഫാത്തിഹ, ബഖറ, ആലി ഇമ്രാൻ സൂറത്തിലെ 31-ാമത്തെ ആയത്ത് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വല്ലാഹു ഗഫൂറുർ റഹീം. ഈ ഒരു ആയത്ത് എന്ത് ചെയ്യുക, 11 തവണ ഓതിയിട്ട് ഈ ഒരു പഞ്ചസാരയിലേക്ക് വീണ്ടും മന്ത്രിക്കാം, ഇഷ്ഫി എന്ന് തന്നെ മന്ത്രിക്കാം. അതും ബിസ്മി ചേർത്തിട്ട് ഓതണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ എന്ന് എന്ത് ചെയ്യണം, ബിസ്മി ചേർത്തിട്ടാണ് ഓരോന്നും ഓതേണ്ടത്. അതിനുശേഷം 11 തവണ ഓതിയിട്ട് അതിലേക്ക് മന്ത്രിക്കുക. ശേഷം സൂറത്തുൽ അഹ്സാബിലെ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി,
യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. സൂറത്തുൽ അഹ്സാബ് 56-ാമത്തെ ആയത്ത്, ഇന്നല്ലാഹു മലായികത്തുഹു എന്ന മുത്തുനബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ കൽപ്പിക്കുന്ന ഒരു ആയത്തുണ്ടല്ലോ, ആ ആയത്തു എത്ര തവണ? 11 തവണ ഓതിയിട്ട് ഇഷ്ഫി എന്ന് അതിലേക്ക് എന്ത് ചെയ്യുക? ഈ നമ്മുടെ പഞ്ചസാരയിലേക്ക് മന്ത്രിക്കുക. ശേഷം 2 സൂറത്തുകൾ, ഒന്ന് സൂറത്തുൽ ഖിയാമ, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ. നമ്മൾ സാധാരണ താഴത്തെ ചെറിയ സൂറത്തുകൾ, സൂറത്തുൽ മുൽക്കിനൊക്കെ ശേഷം വരുന്നൊരു സൂറത്താണ് സൂറത്തുൽ ഖിയാമ. അതുപോലെ സൂറത്തുൽ മുസ്സമ്മിൽ, യാ അയ്യുഹൽ മുസ്സമ്മിൽ. ഈ 2 സൂറത്തുകളും ഓരോ തവണ ഓതി അതും എന്ത് ചെയ്യാം? ഈ പഞ്ചസാരയിലേക്ക് മന്ത്രിക്കുക. ശേഷം സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്, ചെറിയ സൂറത്തുകൾ 3 തവണ വീതം ഈ ഒരു സൂറത്തുകളും ഓതി ഇതിലേക്ക് മന്ത്രിക്കും. ഇത് കുറേ ഓതാനുണ്ടല്ലോ, ഇതെല്ലാ ദിവസവും ഓതാനുള്ള സാധനമല്ല, അത് മനസ്സിലാക്കുക ആദ്യം. ഇത് കുറേ ഓതാനുണ്ട് എന്ന് കരുതിയിട്ട് ഇതെല്ലാ ദിവസവും ഓതാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ, മറിച്ച് ഓതുന്ന സമയത്ത് എന്ത് ചെയ്യാം? ഇത് മൊത്തത്തിൽ ഇരുന്നിട്ട് ഒറ്റ ഇരിപ്പിൽ ഇരുന്ന് ഇത് മുഴുവൻ ഓതി തീർത്ത് അതിലേക്ക് മന്ത്രിച്ചതിന് ശേഷം ആ പഞ്ചസാര എന്ത് ചെയ്യാം? നമ്മുടെ മുഴുവൻ പഞ്ചസാര ഇട്ട് വെക്കുന്ന പഞ്ചസാര ഭരണിയിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തേക്കാം ഇൻഷാ അല്ലാഹ്. എന്നിട്ട് അതുകൊണ്ട് ഭക്ഷണം പാകം ചെയ്ത് വെള്ളത്തിലോ ചായയിലോ എവിടെയാണോ ചേർത്ത് കൊടുക്കാൻ പറ്റുന്നത് അതെല്ലാവരും, നമ്മുടെ വീട്ടിലുള്ള ആളുകളൊക്കെ അത് കഴിക്കണം. പരസ്പരം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാരുണ്യവും മഹബത്തും ഉണ്ടാകുകയും, ഇനി പുറത്തുനിന്ന് നമ്മളുടെ ബന്ധുമിത്രാദികൾ ആരെങ്കിലും പിണങ്ങിക്കഴിയുന്നവരുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും സ്നേഹം ലഭിക്കാൻ ഇപ്പോൾ പിണങ്ങി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതൊന്ന് എത്തിച്ചു കൊടുത്താൽ, അതായത് അവരുടെ ഉള്ളിലേക്ക് അത് എത്തിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും? അവരുടെ ഉള്ളിൽ നമ്മളോടുള്ള വെറുപ്പും വിദ്വേഷവും മാറി പിണക്കം മാറി സ്നേഹബന്ധത്തിലാകാൻ കാരണമായി തീരും. അള്ളാഹു സുബ്ഹാനഹു വ തആല പിണക്കങ്ങളൊക്കെ തീർത്തു തരട്ടെ, വിഷമങ്ങളൊക്കെ തീർത്തു തരട്ടെ, പരസ്പര സ്നേഹവും ഐക്യവും അള്ളാഹു നിലനിർത്തി തരുമാറാട്ടെ. അപ്പം ആർക്കും കഴിക്കാൻ പറ്റിയ, ഷുഗർ രോഗികളായ ആളുകൾ കഴിക്കരുത്. ഇനി ഞാനിത് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഷുഗറുള്ള ആളുകൾക്ക് ഷുഗർ ഹൈ ആയിട്ട് ഉസ്താദ് പറഞ്ഞതെന്ന് മരുന്ന് കഴിച്ചിട്ട് എന്തെങ്കിലും പറ്റിയേ ഞാൻ ഉത്തരവാദി ആവൂല. അപ്പോൾ എന്ത് ചെയ്യുക? അല്ലാതെ പഞ്ചസാര കഴിക്കുന്ന ഒരു കുഴപ്പമൊന്നും ഇല്ലാത്ത ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുക? ഇത് ഉള്ളിലേക്ക്, ഇനി കുഴപ്പമുള്ള ആളുകളാണെങ്കിൽ ഒരു നുള്ളൊക്കെ ഉള്ളിലേക്ക് പോയെന്ന് പറഞ്ഞിട്ട് വലിയ വിഷയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യാം? അത് വളരെയേറെ ശ്രദ്ധിക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ് ആർക്കും തയ്യാർ ചെയ്യാൻ പറ്റിയ, ഉണ്ടാക്കാൻ പറ്റിയ, അല്ലെങ്കിൽ മന്ത്രിക്കാൻ പറ്റിയ വളരെ എളുപ്പമുള്ളൊരു വഴിയാണ് പറഞ്ഞു തന്നത്. ഇൻഷാ അല്ലാഹ് ഇത് ചെയ്തു നോക്കാം. ഫലം കിട്ടിയ ആളുകൾ ഇൻഷാ അല്ലാഹ് അറിയിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് പിണങ്ങി കഴിയുന്ന ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യുക? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ ഇതുപോലെ നല്ല അമലുകളുടെ വീഡിയോസൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് എത്താനൊക്കെ അത് വളരെ എളുപ്പമാകും, സൗകര്യമാകും. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ. കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.